नहीं रहते, बाहर चले जाते तो चोरी करने वाला ताला तोड़ लेते, अंदर घुस जाते. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഭാഷയോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ വേണം ഇത് ഷെയർ ചെയ്യാൻ. കാരണം ഇതൊരു അന്യസംസ്ഥാനക്കാരിയായ സ്ത്രീയാണ്. മധ്യപ്രദേശ് സ്വദേശിനിയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ മാനസിക നിലയിൽ അല്പം തകരാറുണ്ട്. കയ്യിൽ മറ്റു രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇവരെ കിളികല്ലൂർ പോലീസാണ് ഇന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇവരെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും ഷംഷാജിയെയും പോലീസ് വിളിച്ചു വരുത്തി. ഇവരെത്തി മുഷിഞ്ഞു നാറിയ ഈ സ്ത്രീയുടെ വേഷം കണ്ട ഉടനെ ഇവർ പുതിയ വസ്ത്രം വാങ്ങി നൽകി. തുടർന്ന് ഇവരെ കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി നമ്മളിത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ ആരെങ്കിലും ഒന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയും. 5 മക്കളും കുടുംബവും ഒക്കെ ഉള്ളതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മലയാളികൾ ജോലി നോക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിരവധി ആളുകളെയാണ് ഇതിനോടകം നമ്മൾ ചെയ്ത വീഡിയോ കണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെത്തി ഇതുപോലെ കണ്ടെത്തി തിരികെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ. 2025 തീയതി കിളികല്ലൂർ PTS ലിമിറ്റിൽ 12:35 മണിയോടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണപ്പെട്ട ഈ മാനസികാസ്വാസ്ഥ്യം തോന്നിക്കുന്ന ഈ സ്ത്രീയെ കിളികല്ലൂർ പോലീസ് ഇവിടെ കൊണ്ടേൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനക്കാരിയല്ല, മധ്യപ്രദേശ് സംസ്ഥാനത്തിൽ അച്ഛൻ്റെ പേര് പറയുന്നത് ഹരി എന്നാണ്, ഇവരുടെ പേര് നീതു എന്ന് പറഞ്ഞു. ഇവരെ കണ്ടിട്ട് ഏകദേശം ഒരു 30 വയസ്സ് തോന്നിക്കുന്നുണ്ട്. ഇവരെ ഇന്ന് ആ സമയം മുതൽ നമ്മളിവിടെ സൂക്ഷിച്ചു വരികയാണ്. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷ് സാറ്, നമ്മുടെ ബാബു സാറ്, ശ്യാം ഷാജി എന്നിവരോടൊപ്പം നമ്മൾ ബിഷപ്പ് ജെറോം കോയിവിളയിലുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലോട്ട് നമ്മൾ അയക്കും.